ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാല കറിയാണ്. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പാല് പിരിച്ചെടുക്കണം. അതിനായിട്ട് 1 ലിറ്റർ പാലാണ് ഞാനിപ്പോ തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. ഇനി 1 ഗ്ലാസ്സിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ ഓരോ സ്പൂണ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ സ്വല്പമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ പാല് പിരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഭയങ്കര കട്ടിയിൽ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അതിനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി, നമ്മൾ വെള്ള കളറിലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടുക്കണം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളത് ചുറ്റിയിട്ട് നന്നായിട്ട് പിഴിയണം. ഒരു പാത്രത്തിൽ നമ്മൾ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്, നല്ല പച്ചവെള്ളം. അതിൽ ഞാൻ ഇത് മുക്കിയെടുത്ത് നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കെട്ടിയിട്ട് ഒരു അമ്മിക്കല്ലിന്റെ അടിയിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ് ചെയ്യണേ എങ്കിൽ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം നമ്മൾ ഇത് വെക്കണം. നല്ല കട്ടിയിൽ കിട്ടണം, എന്നാലാണ് നല്ല പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ, മുറിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ നമുക്ക് പീസായിട്ട് എടുക്കാം. നമ്മൾ പനീർ മസാലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഹോട്ടലുകളിലൊക്കെ, അതേപോലെ തന്നെയാണ് ഇത് പീസായിട്ട് കിട്ടുക. നല്ല കട്ടിയിലായിട്ട് കിട്ടും. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ടാണി നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിക്കണോളം വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പീസുകളും നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ പീസുകളിട്ട് വറുത്ത് കോരാണ്. ഇതുപോലെ വറുത്തെടുക്കാം, കരിയാതെ വറുത്തെടുക്കണം. ഇനി പനീർ മസാല കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയത് 1 ഗ്ലാസ് ഞാൻ ചെറിയ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണോളം നല്ല ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് എടുക്കുക. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സബോള, 1 സബോളയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു തക്കാളിയാണ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു, പകുതി ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാണ് ചെയ്യുന്നത്. ഇത് എന്തിനാണെങ്കിൽ നല്ല കുറുകിയ ടൈപ്പിൽ നമുക്ക് ഈ കറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 3 4 ഇട്ട് കൊടുക്കാം. സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, വാട്ടിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പട്ടാണി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പട്ടാണി വേവിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണും പിന്നെ 1 സ്പൂണ് നെയ്യും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂണ് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഗരം മസാലപ്പൊടി 1/2 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്വല്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കറിലുള്ള പട്ടാണി ഇതിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നല്ല ജീരകം ഇട്ടിട്ട് നമ്മൾ തേങ്ങ അടിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അത് കഴിഞ്ഞ് നല്ല തള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തില് കോൺഫ്ലവർ പൊടി ഇളക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തളയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഇനി സ്വല്പം മല്ലിയിലയും കൂടി ഒന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനീർ മസാല കറി റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ വീഡിയോയിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായി മറ്റൊരു ദിവസം ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.